പണ്ട് കാലത്ത് മിക്ക വീടുകളിലും ഗോതമ്പം കൊണ്ടായിരിക്കില്ലേ കഞ്ഞിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഉമ്മ പറഞ്ഞേക്കലുണ്ട് കേട്ടോ. ഉമ്മമാൻ്റെ കുട്ടിയൊക്കെ മരിച്ചിട്ടിങ്ങനെ ഗോതമ്പം തിന്നത് എറികാണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞേക്കട്ടോ. അന്ന് അതന്നെ ഉണ്ടാവുള്ളൂ, വേറെ അരി ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ വേണ്ടിക്കാണ്ട്. അപ്പോൾ ഉള്ളത് തന്നെ നല്ല രീതിയിൽ പച്ചക്ക് തിന്നിട്ടൊക്കെ ഏക്കരം വേണമെങ്കിൽ ഉൽമം കയറി മരിച്ചു എന്നൊക്കെ പറഞ്ഞേക്കട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ പട്ടിണിയും പായലും തന്നെ അല്ലേക്കരല്ലേ. ഇപ്പോഴത്തെ കുട്ടിക്കാണെങ്കിലോ ഭക്ഷണം കൊണ്ട് ഏറിയിട്ടാണ് കേട്ടോ. എന്നാൽ കുട്ടികൾക്കാണെങ്കിലോ കഴിക്കാൻ വേണ്ടേനു. വാരിക്കൊടുത്താലും ഫോൺ കണ്ട് കൊടുത്താലും എങ്ങനെയായാലും കുട്ടികൾ കഴിക്കില്ല. വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളിയല്ലേ മിക്ക വീടുകളിലും. ഇന്നത്തെ കാലത്തൊക്കെ അതിനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ കുറേ ആളുകളൊക്കെ അന്ന് മരിച്ചിട്ടില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ കിട്ടാതൊക്കെ ആയിക്കാണ്ടില്ലേ. അപ്പം ഞാൻ പഴയ കാര്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ മൂഡ് ഓഫ് ആക്കണില്ല കേട്ടോ. നമ്മളൊന്ന് ഗോതമ്പം കൊണ്ട് ഒരു ചോറ് വെക്കാൻ കേട്ടോ. ഗോതമ്പച്ചോറ് എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ. നല്ലതുപോലെ ഗോതമ്പ് വേവിച്ചിക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വേവിക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ടിരുന്നു കേട്ടോ. ഉപ്പിട്ട് കാണാണ് വേവിച്ചിട്ടുള്ളത്. അടുപ്പത്തിട്ട് കാണാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരം കടന്ന് കണ്ട് വെന്ത സാധനമാണ് കേട്ടോ ഇത് ഈ കിടക്കുന്നത്. ഇത് തൂമിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് തൂമിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിക്കാണ്ട്. നമ്മളോട് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഈ ഒരു സാധനം. കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോഴത്തെ 2K കിഡ്സിനൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല. അതൊക്കെ പണ്ട് കാലത്തുള്ളതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായി കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യണേ.